ദേശീയക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? പശ്ചാത്ഗമനം, റിഗ്രഷൻ, ഉദാത്തീകരണം, സബ്ലിമേഷൻ, ദമനം, റിപ്രഷൻ, നിഷേധം, ഡിനയൽ. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഉദാത്തീകരണമാണ്. സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം നമ്മൾ പഠിച്ചതാണ്. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ വേണ്ടി ഓരോ വ്യക്തിയും സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, അഥവാ സമായോജന തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്തരം തന്ത്രങ്ങളിലൂടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനോ ഒഴിവാക്കാനോ കഴിയും. അതുവഴി മാനസികമായിട്ട് സ്വാസ്ഥ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. ഓരോ വ്യക്തിയും വ്യക്തിത്വ തുലനം നിലനിർത്താൻ സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചില തന്ത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ മനുഷ്യനും നമ്മളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഡിഫൻസ് മെക്കാനിസം നമ്മൾ കണ്ടെത്തുകയാണ്. അതിലൊന്നാണ് നിഷേധം, ഡിനയൽ എന്ന് പറയും. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയ ഇഷ്ടമല്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത പോലെ അഭിനയിച്ചു പോവുക, അല്ലെങ്കിൽ വിളിച്ചാൽ കേൾക്കാത്തത് പോലെ അവർക്ക് എന്താ പറയുക, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് നിഷേധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ വേദനാജനകമായ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാനാവാത്ത നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. പാപബോധം ജനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാം അധികമായിട്ടും വിസ്മരിക്കുന്നത്. അതായത് വളരെ അപകടകരമായ ഒരു തന്ത്രമാണ് ഈ ദമനം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറക്കാൻ ശ്രമിക്കുന്ന ഒരു അപകടകരമായ തന്ത്രമാണ് ദമനം എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തി വെക്കുന്നത് പല മാനസിക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രശ്നത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ഈ ഒരു ദമനത്തിന് പ്രതിവിധി എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ തള്ളി വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ പോകാതെ അല്ലെങ്കിൽ പഠിക്കാതിരിക്കാതെ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അത് അബോധ മനസ്സിലേക്ക് തള്ളിവിടാതെ എന്ത് ചെയ്യണം? ആ ഒരു പ്രശ്നത്തെ നേരിടുക, വീണ്ടും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറിക്കൊണ്ട് ആ ഒരു ജോലി കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിനെ ഡിഫെൻസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. സർവ്വസാധാരണമായിട്ടുള്ള ഒരു തന്ത്രമാണിത്. ഇതിലൂടെ ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ, കഴിവുകേടുകളൊക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങ ശൈലി, 2 ശൈലികളും യുക്തീകരണത്തിന്റെ 2 തരമാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെയാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ.